നടന്നില്ലെന്നേ. ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്വം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചന്ദ്രുവിനെ കണ്ടറപ്പേലേ? അവിടെ ഉണ്ട്. ചന്ദ്രു, എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട്? രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? കാര്യം എന്താന്ന് പറ. ഞങ്ങൾക്ക് ആരുമില്ല. ചന്ദ്രുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനല്ലടാ. മോങ്ങാതെ കാര്യം എന്താ വെച്ചാ പറതല്ലേ. കാശ് വല്ലതും വേണോ? പിന്നില്ലാതെ ഞങ്ങൾക്ക് ആരാ തരമുള്ളത്? ആ പെണ്ണാണെങ്കിൽ ദിവസം ചോറും കറി വെച്ച് കാത്തിരിക്കുക. കുമാര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത്? എടി ശാന്തേ, നീ എന്നെ കണ്ടറിയില്ലേ? നിങ്ങളല്ല ഞങ്ങളെ കണ്ടറിയാത്ത. ആഹാ. ഓ മോനെ, രാത്രി ചോറ് തിന്നാൻ വരണട്ടാ. അറിയോ? ഓ, ആർക്കറിയണം? അകത്ത്. ആ, നിന്റെ സമയം. അകത്ത് 5 രൂപ, പുറത്ത് 5 രൂപ. അകത്ത് 5 രൂപയും കൂടി. എന്താ വച്ചു നോക്കുന്നോ? വേണ്ട. എന്താ കാശ് പോകുന്ന പേടിച്ചാ? പേടിച്ചിട്ടൊന്നുമല്ല. എന്ത് പേടിക്കാനാ? ഒരുപാട് കളിച്ച് കളഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നിന്ന് തലവരി പോണേ കാശ് കുറേ വേണം. കളിച്ച് കളഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടത്ര മടുത്തോ? മടുത്തിട്ടൊന്നുമല്ല, പോണം. നിങ്ങളെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയില്ല, ഞങ്ങളുടെ കടയിലിരിക്കുന്നുണ്ട്. ആരാ ചന്ദ്രു? വല്ല പെണ്ണുംകുട്ടിയും മറ്റോ ആണോ? ഇവിടെ ഉണ്ട്. ചേച്ചി, ചായയുടെ കാശ്. വാപ്പട കഴിഞ്ഞപ്പോ മോനായോ? ഞാനങ്ങോട്ട് വരും. വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ തരും. ഞാൻ വന്നത് കാശ് ചോദിക്കാനല്ല. വാപ്പ മയ്യത്തായി. കഴിഞ്ഞ വെള്ളിയാഴ്ച. അത്താഴം കഴിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ഏമ്പക്കവും നെഞ്ചുവേദന ഉണ്ടായി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ്. ഒന്നും അറിയിക്കായിരുന്നില്ല. പറ്റിയില്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം, പണമൊക്കെ തന്നിട്ട്. അതുണ്ടാവുമ്പോ മതി. മരിക്കണതിന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന്. നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക്. ഓട്ടെ. ആരാ മരിച്ചത്? കരയാ?
പോണ്ടേ? ഒന്ന് വേഗം വാ, രമണിക്ക് ദണ്ണളകി. എന്ത് വേണം? നിങ്ങൾക്കറിയില്ലേ? ഞാനെങ്ങനെ അറിയാനാ? പേറ്റുനോവ്. ആ, അതിപ്പോ ഞാനെന്ത് വേണം? നാണിത്തള്ള പഠിച്ച പണി 18 നോക്കി, നടന്നില്ല. അവളെ ആശുപത്രി കൊണ്ടോണം. എനിക്ക് പറ്റുമൊന്നുമില്ല. പറ്റില്ലെന്നോ? പിന്നെ ആരാ കൊണ്ടുപോവാ? ദേ, കളിക്കാനുള്ള കാര്യമല്ല കേട്ടോ. ഒന്ന് വേഗം വണ്ടി കൊണ്ട് വാ, അല്ലെങ്കിൽ അവള് ചത്തുപോവും. ഓരോ നാശങ്ങൾ കേറ്. ആ, നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകരകളടി. ഗുരുവായൂരപ്പ, ചന്ദ്രുവിനെ കാണാനില്ലല്ലോ. ആപത്തൊന്നും വരുത്തല്ലേ. ദേ, ചന്ദ്രു വരുന്നുണ്ട്. വേഗം മോളെ കൊണ്ട. മോളെ സൂക്ഷിച്ചു. മോനെ ചന്ദ്രു, വണ്ടി ഒന്ന് നിർത്ത്. അയ്യോ, എന്റെ കോഴിക്കൂട് അടച്ചില്ലല്ലോ. പട്ടി പൂച്ച എടുത്തിട്ട് മൂലല്ലാച്ചിടി. എന്റെ ഭഗവതി, ആരുമില്ലാത്തവരാണേ, ഒന്നും വരുത്തല്ലേ. കൊച്ചമ്മ സമാധാനായിട്ടിരിക്കും, ഒന്നും വരില്ല. കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമുണ്ടാക്കലല്ല ഞങ്ങളുടെ ജോലി. ദേഹി മരുന്ന് കൊണ്ടുവരണം. ഇപ്പൊ തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഈ രാത്രി ഇതെവിടെയാ കിട്ടുക? അത് ഞാനെങ്ങനെ അറിയാനാ? കിട്ടുന്നിടത്തുനിന്ന് കൊണ്ടുവരണം. ഇവിടെ ഒരു മൂശട്ട മൂന്ത. ഏയ് ഏയ്, എന്താടി ശല്യം? നിങ്ങൾ ആള് കൊള്ളാലോ. അവിടെ ഒരു പെണ്ണ് ചക്രശ്വാസം വലിക്കുന്നു, ഇവിടെ ഒരാ കൊടുക്കത്ത ഉറക്കം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അവിടെ ഒന്ന് കാവലിരിക്കണം? അതൊന്നും വേണ്ട. ദാ, ഈ മരുന്നൊന്ന് വേഗം വാങ്ങിച്ചോണ്ട് വാ. ഈ പാതിരാത്രിയിലോ? എവിടെ കിട്ടാനാ? കിട്ടുന്നിടത്തുനിന്ന്. എനിക്ക് പറ്റില്ല, മരുന്നില്ലാണ്ട് പറയാമെങ്കിൽ പറ്റാ മതി. ദേ, ഈ മരുന്നില്ലാണ്ട് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ഛേ, മനുഷ്യന്മാർക്ക് പറ്റുന്ന ഓരോ പറ്റ്. വല്ല 10,000-15,000 കൊടുത്തിട്ട് പോയാ മതിയായിരുന്നു. വേറെയും ബംഗ്ലാവ് ഉണ്ടാക്കാൻ നിന്നതാ. അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നോ? എന്താ? ഒരു കാര്യം എനിക്ക് പിടികിട്ടി. വാക്കിലും നോക്കിലും മാത്രമേ ഉള്ളൂ ഈ മൊരപ്പത്തരം. പുറത്ത് കാണുന്ന പോലെ അല്ല ഉള്ളു, അത് പട്ടുപോലെയാ. രമണി എവിടെ കിടക്കുന്നത്? ഏത് രമണി? രാത്രി ഇവിടെ കൊണ്ടുവന്ന മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ ലേബർ കേസ് അല്ലേ, അത് കഴിഞ്ഞു. പേടിക്കണ്ട, പ്രസവിച്ചു എന്നാ പറഞ്ഞേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. മരുന്ന് വേണ്ടി വന്നില്ല. ഇത് എവിടുന്ന് കിട്ടി? കട തുറപ്പിച്ചു. അതിനൊക്കെ മിടുക്കനാണല്ലോ. പെൺകുട്ടിയാ? ആദ്യത്തെ മോളാ. ഞാൻ തുളസിയിലിട്ട് നോക്കി. രവിക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു. കാണണ്ടേ? വേണ്ട. പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും. കടയിൽ ആ ചെക്ക മാത്രമേ ഉള്ളൂ. കൊച്ചമ്മ എന്റെ കൂടെ പോരും. കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല. പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. വരണവരെ ഇവിടെ ഉണ്ടാവണം. ഞാനോ? പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ? അതും കൊള്ളാം. അറിഞ്ഞില്ലേ, നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ്. ഏത്? നമ്മുടെ ചത്തുപോയ രവിയുടെയാ? ആ, അതിനിപ്പോ എന്താ? അത് പതിവുള്ളതല്ലേ? പതിവുള്ളൊക്കെ തന്നെയാ, പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാ. ചന്ദ്രു അവിടെ കാവലാ. വെറുതെ അനാവശ്യം പറഞ്ഞു പറ്റരുത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞെടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആ തള്ള ഇത്തിരി കേമിയാണെങ്കിലും
ആ പെണ്ണ് പഞ്ചപാവ. പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടയ്ക്കുന്നേ. കുഞ്ഞപ്പേട്ട ആ, കുറിപ്പണം. ഈ മാസത്തെ നടക്കൊന്ന് ശരിപ്പെടുത്തി തരാൻ മുതലാളിനോട് ഒന്ന് പറയണം കേട്ടോടാ. നേരിട്ട് പറഞ്ഞാ മതി. നീ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞേക്കാം. ശരി. ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ. മാറിയില്ലെങ്കിൽ സൈക്കിൾ ചെയ്യാൻ മുട്ടിക്കും. ഓ രമേശനായിരുന്നോ? ഞാൻ വിചാരിച്ചു ആ രാമനാരുടെ അടുത്ത ഗോപി ആയിരിക്കുന്നു. ആ ചെക്കൻ എന്നെ കാണുമ്പോ ഒരു തരം ഇളക്കോ. അതിന് ഇങ്ങനെ വഴി കൊടുക്കാണ്ടിരുന്നാൽ എങ്ങനെ? ദേ എല്ലാവരും എന്നെ പോലെ അല്ല കേട്ടോ. എന്റെ അടുത്ത് വേലത്തരം കാണിക്കും. എന്റെ അപ്പനോട് പറഞ്ഞ അവനുണ്ടാവില്ല, അവന്റെ സൈക്കിളും ഉണ്ടാവില്ല. ചട്ടമ്പേത്തരത്തിന് മോളിക്കുട്ടിയുടെ കയ്യിലും ഉണ്ടല്ലോ. എവിടെയാ പോയത്? ടൗണില് പരീക്ഷ ഫീസ് അടയ്ക്കാൻ. ഒരു ചായ. രാജമ്മോ, ഓ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നോടി. കാലത്ത് വന്നു, മണലും കൊണ്ട് പോയിട്ടുണ്ടാവും. മണിക്കൂർ 3 ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ. എന്തേ? അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, 10 കാശും തന്നിട്ടില്ല. ഇങ്ങനെയായാലും എങ്ങനെയാ? നിങ്ങളുടെ മോള് പെറ്റി കിടക്കുന്നതിന് അങ്ങേർക്കെന്താ? ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. ഭാരം മുഴുവൻ താങ്ങാൻ അയാൾ നിങ്ങളുടെ ആരാ? അതിന് നിനക്കെന്താ അത്ര വലിയ കണ്ണുകടി? എല്ലാവരും പോലെ നീയും തുടങ്ങിയോ? എനിക്കൊരു കണ്ണുകടിയില്ല, പക്ഷേ ഇത്തിരി നേരം നെറിയും കാണിക്കണം. ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില പോലാണെന്ന് വെച്ച് മുതലാക്കുന്നതിന് ഒരു അതിര് വേണം. നാട്ടുകാർ കേട്ടാ എന്ത് പറയും? എന്തു പറയാനടി? കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു, അത്രയല്ലുള്ളൂ. അത് ഞങ്ങളങ്ങ് സഹിച്ചടി. അല്ലേ അവളോട് ഒരു നേരും നെറി. ഞാനമ്മല്ലേ ആള്. കോലോത്തും കാവൽ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരവും വേണ്ട എന്ന് വെച്ച് കൂടെ കൂടിയതല്ലേ? മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ? ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും മോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഈ മനുഷ്യൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ. നീ പട്ടാപ്പകൽ ഒറ്റയ്ക്കിരുന്ന് കിനാവ് കാണാനോടി? നീ എവിടെ പോയിട്ട് വരണോടി? വേലുപ്പള്ളിയിൽ പൂരത്തിന് പോയതാ. കിറുക്കുണ്ടോ ഒറ്റക്കിരുന്നിരിക്കാൻ? ആ ഒരു തരം കിറുക്ക്. എനിക്ക് എന്തൊരു കൊതിയാന്നോ, ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോവാൻ. എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ? വരും ആ വഞ്ചിക്കാര മാപ്പിള. വരില്ല. വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല. ദുഷ്ടൻ. നിങ്ങൾക്കതൊന്നും അറിയില്ല. പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ. പഴിപ്പിച്ചവന് ഒരു കുറ്റമില്ല. കൊല്ലണോ എല്ലാറ്റിനെയും? ചിരിച്ചോ? അതല്ലേ കഴിയും എല്ലാവർക്കും. മാനവും ജീവിതവും പോയി, കുടുംബം തകർന്നു. എല്ലാരും ചിരിക്കായിരുന്നിട്ടും
ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു. പിഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു. അതും തന്നില്ല ദൈവം. വേണ്ട. നീ പോവാ? കൊള്ളാം, നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു. പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. ഏ? വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കാണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പിട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടി വിളിച്ചോളാം. കേറിയത് വേറൊരു കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്കാ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്, ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാ. ശല്യമായി. ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ചും ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം. അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി, മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്.